ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഹനാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോഴി പാർട്സ് കറി ആയാലോ. ഇത് അതിൻ്റെ പാർട്സൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഓയിൽ, ഉലുവ, ജീരകം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 3 ടീസ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പാർട്സ് അതിലേക്ക് ആഡ് ചെയ്യുക. അത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും 2 ടീസ്പൂണും കൂടെ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ 5 ടീസ്പൂണാണ് മസാലപ്പൊടി യൂസ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് ഒരു 5 വിസിൽ വരെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തുറന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. അതും ഒരു 3 വിസിൽ വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.